ഹലോ, ഞാൻ റിജൂസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സീസ് മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 3 മോഡേൺ ഹിസ്റ്ററി ആൻഡ് കൾച്ചറിലെ മോഡേൺ ഹിസ്റ്ററി. കഴിഞ്ഞ വീഡിയോയിലെ ടോപ്പിക്സുകളൊക്കെ നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി പോയിരുന്നു, അല്ലെങ്കിൽ കുറെ കൂടി ചാപ്റ്റേഴ്സ് നമുക്ക് എടുക്കാമായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ടോപ്പിക്സും ജസ്റ്റ് പറയണ വീഡിയോയിൽ വൈസ്രോയ്സ് ഓഫ് ഇന്ത്യ പറഞ്ഞ് ലാസ്റ്റ് ഭാഗത്തുള്ളതാണ് ലോർഡ് ലിലിൻബോ, ലോർഡ് വെയ്വല്, ലോർഡ് മൗണ്ട് ബാറ്റൺ, ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ദ ബിഗിനിങ് ഓഫ് ദ റിവോൾട്ട്, പിന്നെ കോസസ് ഓഫ് റിവോൾട്ട് ഓഫ് 1857. ഇത്രയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ക്ലാസ് എടുത്തത്. ജസ്റ്റ് പറഞ്ഞുള്ളൂ. ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുണ്ട്. നമ്മുടെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ സിലബസ് ആണ്. നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ചില ബുക്കിനെ കുറിച്ചുള്ള സിലബസ്, അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ള കാര്യങ്ങളും വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് സെറ്റ് ചെയ്യണമെന്ന് നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ കാര്യം വളരെ ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത് എന്ന് പറയേണ്ട അവസ്ഥയാണ്. കാരണം ചില സമയത്ത് ഇത് വർക്കാവില്ല, എറർ ഒക്വേർഡ് എന്ന് പറഞ്ഞ് വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല സെന്റൻസുകളൊന്നും. അപ്പൊ ചിലപ്പോൾ കുറച്ച് ലൈറ്റ് ആയിട്ടായിരിക്കും നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ദയവേത് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കും. അതിപ്പോ യൂട്യൂബിൽ എന്തോ ഭയങ്കര ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈറ്റിലും അൺടൈറ്റിൽഡ് വീഡിയോ എന്ന് പറഞ്ഞ് കാണിക്കും. നമ്മൾ ടൈറ്റിൽ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചാലും ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. നമ്മൾ വേറൊരു വീഡിയോ ചെയ്യാന്നാണ് വിചാരിച്ചത്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നത്, കഴിഞ്ഞ വീഡിയോയിലല്ല ഇനി മുന്നത്തെ വീഡിയോയിലാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. സെപ്പറേറ്റ് വേറെ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. സിലബസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ട്. പക്ഷെ ഞാനത് വേണ്ടെന്ന് വെച്ചു. കാരണം ഇപ്പൊ കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്താലും ഡിസ്ക്രിപ്ഷൻ ബോക്സ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ പോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു തീരുമാനത്തിലോട്ട് എത്തി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടി വരുന്നത്. കാരണം നിങ്ങളുടെ ടൈമിന് വാല്യൂ ഉണ്ട്, അതുകൊണ്ട് പറയണമെന്നുള്ളൂ. നമുക്ക് എന്തായാലും ക്ലാസ്സിലോട്ട് പോകാം. സോറി, ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ സിലബസും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ടൈം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളോട് നേരിട്ട് എല്ലാ കാര്യങ്ങളും പറയുമായിരുന്നു. നമുക്ക് ടൈം ഇല്ല എന്നുള്ളതും വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം നമ്മൾ നേരിട്ട് പറയേണ്ട കാര്യങ്ങൾ ശരിക്കും നേരിട്ട് തന്നെ പറയണം, എന്നാലാണ് ഒരു ഇമ്പോർട്ടൻസ് തന്നെ വരുള്ളൂ. പക്ഷെ നമ്മൾ ക്ലാസ് എടുക്കാൻ തന്നെ നമുക്ക് സമയമില്ല. വളരെ കുറച്ച് ടൈമും അതുപോലെ തന്നെ കൂടുതൽ ടോപ്പിക്സും ആണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ദയവായി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ എല്ലാ കാര്യങ്ങളും അതിൽ നമ്മൾ ഇൻക്ലൂഡഡ് ചെയ്തിട്ടുണ്ട്. അത്ര നമുക്ക് പറയാനുള്ളൂ. എന്തായാലും ടൈം ഉണ്ടാവണമെങ്കിൽ ഞാൻ നേരിട്ട് തന്നെ ആ സിലബസിന്റെ കാര്യങ്ങളൊക്കെ പറയും എന്തായാലും വീഡിയോയില്. ഞാൻ എല്ലാ വീഡിയോയിലും വിചാരിക്കാറുണ്ട് ഇതൊരു എന്താ പറയാ, നമ്മൾ ഈ രീതിക്ക് അങ്ങ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയല്ല. കാരണം നേരിട്ട് പറയുമ്പോൾ അത് കുറച്ചും കൂടി നല്ല രീതിയിലായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കുറച്ചും കൂടി അതിനൊരു വാല്യൂ ഉണ്ടാവും. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ സാഹചര്യം നമുക്കത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള അവസ്ഥയിലല്ല. എന്തായാലും ലാസ്റ്റ് ടോപ്പിക്സുകളൊക്കെ എടുക്കുമ്പോൾ എന്തായാലും നേരിട്ട് നിങ്ങളോട് കുറെ കാര്യങ്ങളൊക്കെ പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ ഒന്ന് നല്ല രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് ക്ലാസ് എടുക്കാം. സൈഡിലൊരു ടോപ്പിക് ഉണ്ട്, നമുക്ക് ഈ ടോപ്പിക്ക് പറഞ്ഞതിന് ശേഷം പറയാം. പോപ്പുലർ മൂവ്മെന്റ്സ് ആൻഡ് റിവോൾട്ട്സ് അപ് ടു 1857. പോപ്പുലർ മൂവ്മെന്റ്സ് ആൻഡ് റിവോൾട്ട്സ് അപ് ടു 1857. ഇയർ മൂവ്മെന്റ് മ്യൂട്ടിനി. ഇയർ മൂവ്മെന്റ് മ്യൂട്ടിനി 1764. Mutiny of Shipwrights in Bengal 1764. Mutiny of Shipwrights in Bengal
1766. Chuar and Ro rising in Chotanagpur and Singhbum regions where the Chor, Ho and Munda tribes revolted till 1772 due to famine, enhanced demands and economic privatization. 1766. Chuar and Ro rising in Chotanagpur and Singhbum regions where the Chor, Ho and Munda tribes revolted till 1772 due to famine, enhanced demands and economic privatization. 1770. Sannyasi revolt. 1770. Sannyasi revolt. 1806. Vellore mutiny. 1817. Bill movement in the Western Ghats. 1822. Ramosi rising under the leadership of Chittar Singh. 1822. Ramosi rising under the leadership of Chittar Singh. 1824. Mutiny of Sipais of the 47th Regiment at Barrackpur. 1828. Ahom's revolt against the company for non-fulfillment of pledges after the Burmese War. 1829. First Kohli rising against dismantling of forts of independent Kohli tribes. 1831. Coal rising of Chotanagpur against the transfer of land from heads of coal tribesmen to outsiders. 1833. Kasi rising in the hilly region of Jaintia and Garo Hills. Kasi rising in the hill region of Jaintia and Garo Hills. The revolt was led by Tairat Singh, the ruler of Nanclaw, and presented by Cassis in the region. 1833. Kasi rising in the hilly region of Jaintia and Garo Hills. The revolt was led by Tairat Singh, the ruler of Nanclaw, and presented by Cassis in the region. 1838. Farasi movement under the leadership of Titu Mir. It later merged into the Wahhabi movement. 1838. Farasi movement under the leadership of Titu Mir. It later merged into the Wahhabi movement. 1839. Second Kohli rising. 1839. Second Kohli rising. 1844. Third Kohli rising. 1844. Surat Salt agitation against the raised salt duty. 1844. Mutiny of the 34th Native Infantry. 1844. Kolhapur and Savantwadi revolts. 1844. Kolhapur and Savantwadi revolts. 1849. Mutiny of the 22 Native Infantry. 1849. Mutiny of the 22 Native Infantry. 1850. Mutiny of the 66th Native Infantry. 1852. Mutiny of the 37th Native Infantry. 1855. Sandal rebellion in the Rajmahal Hills region of Bihar. 1857. Revolt of Sepoys of 3rd Cavalry at Meerut and later mutinies in Punjab, Mathura, Lucknow, Bareilly, Shahjahanpur, Kanpur, Banaras, Jhansi, Allahabad, and many other places in North India. 1857. Revolt of Sipais of 3rd Cavalry at Meerut and later mutinies in Punjab, Mathura, Lucknow, Bareilly, Shahjahanpur,
Kanpur, Banaras, Jhansi, Allahabad, and many other places in North India. നമ്മൾ പറഞ്ഞത് പോപ്പുലർ മൂവ്മെന്റ്സ് ആൻഡ് റിവോൾട്ട്സ് അപ് ടു 1857. ഇയർ മൂവ്മെന്റ് മ്യൂട്ടിനിയാണ് നമ്മൾ പറഞ്ഞത്. 1857 വരെ ഉണ്ട്. 1764 മുതൽ 1857 വരെ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും രീതിയിലുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക, അല്ലെങ്കിൽ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ. ഇനി നമുക്ക് പറയുന്നത് ഇമ്പോർട്ടന്റ് ലീഡേഴ്സ് കണക്റ്റഡ് വിത്ത് ദ റിവോൾട്ട്. ഇമ്പോർട്ടന്റ് ലീഡേഴ്സ് കണക്റ്റഡ് വിത്ത് ദ റിവോൾട്ട്. The heroine of this war of independence was Rani Lakshmi Bai of Jhansi, who died on 17 June 1858 while fighting the British forces. Other notable leaders were Ahmadullah of Awadh, Nana Sahib of Kanpur, and his loyal commander Tantia Tope, Rayosing, Asimullah Khan, Kunwar Singh of Jagdishpur, Kanwar Singh of Jagdishpur, Firoz Shah, Maulavi Ahmad Shah of Firozabad, the Begum of Awadh, Hasrat Mahal, Khan Bahadur Khan of Burli, and Maulavi Ahmadullah of Faizabad. The nominal leader of the revolt, Bahadur Shah II, and General Bakhti Khan, who led the revolt of Sepoys at Delhi, have their own places in the history of 1857 revolt. Supporters of the English in the revolt were the Bombay and Madras armies that remained loyal to them. The Rajas of Patiala, Jind, Gwalior, Hyderabad, and Nepal helped them to suppress the revolt. Supporters of the English in the revolt were the Bombay and Madras armies that remained loyal to them. The Rajas of Patiala, Jind, Gwalior, Hyderabad, and Nepal helped them to suppress the revolt. The heroine of this war of independence was Rani Lakshmi Bai of Jhansi, who died on 17 June 1858 while fighting the British forces. The heroine of this war of independence was Rani Lakshmi Bai of Jhansi, who died on 17 June 1858 while fighting the British forces. Other notable leaders were Ahmadullah of Awadh, Nana Sahib of Kanpur, and his loyal commander Tantia Tope, Rayosing, Asimullah Khan, Kanwar Singh of Jagdishpur, Firoz Shah, Maulavi Ahmad Shah of Firozabad, the Begum of Awadh, Hasrat Mahal, Khan Bahadur Khan of Burli, and Maulavi Ahmadullah of Faizabad, The nominal leader of the revolt, Bahadur Shah II, and General Bakhti Khan. The nominal leader of the revolt, Bahadur Shah II, and General Bakhti Khan, who led the revolt of Sipahis at Delhi,
have their own places in the history of 1857 revolt. Supporters of the English in the revolt were the Bombay and Madras armies that remained loyal to them. The Rajas of Patiala, Jind, Gwalior, Hyderabad and Nepal helped them to suppress the revolt. Supporters of the English in the revolt were the Bombay and Madras armies that remained loyal to them. The Rajas of Patiala, Jind, Gwalior, Hyderabad and Nepal helped them to suppress the revolt. Important leaders connected with the revolt നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയുന്നത് failure of the revolt. Failure of the revolt. The rebels were dealt to the rebels were dealt a powerful blow when the British captured Delhi on 20 September 1857 and imprisoned Emperor Bahadur Shah. The British military then dealt with the rebels in each center by a term. The Rani of Jhansi died fighting on 17 June 1858. Nana Sahib refused to give in and finally escaped to Nepal in January 1859, hoping to renew the struggle. Kanwar Singh died in May 1858, trying to escape from the British and Tantia Top, who successfully carried out guerrilla warfare against the British until April 1859, was betrayed by a fellow rebel and was captured and put to death by the British, thus re-establishing British authority over India. ഇനി പറയുന്നത് causes of failure of the revolt. Causes of failure of the revolt. 1. Disunity of Indians and poor organization. Disunity of Indians and poor organization. Second, lack of complete nationalism. Skin India, Holkers, the Nizam and others actively helped the British. Third, lack of coordination between Sepoys, peasants, Zamindars and other classes. 4. All participants had different motives for participating in the revolt. 4. All participants had different motives for participating in the revolt. 4. All participants had different motives for participating in the revolt. Failure of the revolt and cause of failure of the revolt നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് spread of the revolt. The rebellion soon engulfed much of North India, including Awadh and various areas that were once under the control of Maratha princes. The capture of Delhi and the proclamation of Bahadur Shah as the emperor of Hinduism, Shahenshah in Hindustan. Shahenshah in Hindustan. The rebellion soon engulfed much of North India, including Awadh and various areas that were once under the control of Maratha princes. The capture of Delhi and the proclamation of Bahadur Shah as the emperor of Hindustan, Shahenshah in Hindustan. Shahenshah in Hindustan gave a positive meaning to the revolt and provided a rallying point for the rebels by recalling the past glory of the imperial city. The revolt at Meerut and the capture of Delhi were the procedures to a widespread mutiny by the Sepoys and rebellion almost all over North India, as well as in central and western parts of the country. The south remained quiet and Punjab and Bengal were only marginally affected. Almost half the company's Sepoy strength of 232,224
opted out of their loyalty to their regimental colors and overcame the ideology of the army, which had been meticulously constructed over a period of time through discipline. Isolated mutinies also occurred at military posts in the center of the subcontinent. Initially, the rebels, although divided and uncoordinated, gained the upper hand, while the unprepared British were terrified and even paralyzed without replacements for the casualties. Without replacements for the casualties. The revolt of 1857, an unsuccessful but heroic effort to eliminate foreign rule had begun. The revolt of 1857, an unsuccessful but heroic effort to eliminate foreign rule had begun. The Civil War inflicted havoc on both the Indians and the British, as each vented its fury on the other. Each community suffered humiliation and triumph in battle as well. Although the final outcome was victory for the British, the last major Sepoy rebels surrendered on 21 June 1858 at Gwalior, Madhya Pradesh, one of the principal centers of the revolt. The final battle was fought at Sirva Pass on 21 May 1859, and the defeated rebels fled into Nepal. The spontaneous and widespread rebellion later fired the imagination of the nationalists, who would debate the most effective method of protest against the British rule. The spontaneous and widespread rebellion later fired the imagination of the nationalists, who would debate the most effective method of protest against the British rule. For them, the rebellion represented the first Indian attempt at gaining independence. This interpretation, however, is open to serious question. The spontaneous and widespread rebellion later fired the imagination of the nationalists, who would debate the most effective method of protest against the British rule. For them, the rebellion represented the first Indian attempt at gaining independence. This interpretation, however, is open to serious question. Spread of the revolt മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി പറയാനുള്ളത് significance of the revolt. The important element in the revolt lay in Hindu-Muslim unity. People exhibited patriotic sentiment without the touch of common feelings. All rebels, irrespective of their religion, against Bahadur Shah as their empire. If no doubt began as a mutiny of soldiers, but soon turned into a revolt against British rule in general. Significance of the revolt മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ടേബിളാണ് പറയാനുള്ളത്. ടേബിൾ 3.1. ഇനി നമുക്ക് പറയാനുള്ളത് സബാൾട്ടൺ മൂവ്മെന്റ്സ് ഓഫ് 9th and 20th centuries. Subaltern movements of 9th and 20th centuries. Subaltern movements of 9th and 20th centuries. Table 3.1. Tribal movement in 9th and 20th centuries. Table 3.1. Tribal movement
in 19th and 20th centuries. Name of the movement, area affected, year, leaders, course of the movement and consequence. Name of the movement, area affected, year, leaders, course of the movement and consequence. Chuvars, Nanbam and Barabam, West Bengal. Nanbam and Barabam, West Bengal, 1768, 1832. Not available. Defense of the British authority by Chuvars. Suppression of the revolt by the British through use of forces as well as conciliatory measures. Defense of British authority by Chuvars. Suppression of the revolt by the British through use of force as well as conciliatory measures. Bills, Kandesh, Maharashtra, 1818, 1848. 1848 not available. Beginning of revolt of bills with the British occupation of Kandesh and their defiance of the British for 30 years. Final suppression through military operations combined with conciliatory measures. സോറി, നമ്മൾ പറഞ്ഞതിൽ എന്തോ തെറ്റ് പറ്റിയ പോലെ തോന്നുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് മുതൽ തന്നെ തുടങ്ങാം. Name of the movement, area affected, year, leaders, causes of the movement and consequence. Name of the movement, area affected, year, leaders, cause of the movement and consequence. Chuvars, Nanbam and Barabam, West Bengal. Nanbam and Barabam, West Bengal. 1768, 1832. Not available. Defense of the British authority by Chuvars. Suppression of the revolt by the British through use of force as well as conciliatory measures. Bills, Kandesh, Maharashtra. 1818, 1848. Not available. Beginning of revolt of bills with the British occupation of Kandesh and their defiance of the British for 30 years. Final suppression through military operations combined with conciliatory measures. Horse, Singhbom and Chotanagpur. Singhbom and Chotanagpur, 1820, 1822, 1832. Not available. Occupation of Singhbom by the British and revolt of the horse, its suppression after extensive military operations. The revolt again in 1832. Coolies, Sahyadri Hills, Gujarat and Maharashtra. 1824, 1828, 1839 and 1844, 1848. Not available. Repeated revolts of coolies and their final suppression after the capture of all their leaders. Cases, Khasi Hills, Assam and Meghalaya. 1829, 1832. Tirut Singh and Bar Manik, chiefs of Naunclaw and Moline, respectively. Tirut Singh and Bar Manik, chiefs of Naunclaw and Moline, respectively. Unsuccessful attempts of the cases to drive away the British from their territory. Simfos, Assam, 1830, 1839.
not available. Suppression of 1830, revolt by Captain Newfly, murder of Colonel White, British political agent of Assam, by Simcoe in 1839, but ultimately defeated by the British. Name of the movement, area affected, year, leaders, course of the movement and consequence. Name of the movement, area affected, year, leaders, course of the movement and consequence. Calls Chota Nagpur, Jharkhand, 1831, 1832. Budo Bhagat, suppression of the revolt after extensive military operations by the British and death. Koyas, Ramba region. Chodavar in Andhra Pradesh. 1840, 1845, 1848, 1861, 1862, 1879, 1880. Alluri Sidaram Raju. Repeated revolts of the Koyas, the major ones being the 1879, 1880 and 1922, 1924 revolts. Capture and execution of Raju by the British in May 1924. Condamals, Orissa, 1846, 1848. Chakra Bisai. The first two revolts by Bisai were suppressed with great difficulty by the British. Condamals, Orissa, 1846, 1848. Chakra Bisai. The first two revolts by Bisai were suppressed with great difficulty by the British. Sandals, Rajmahal Hills, Bihar, 1855, 1856. Sindhu and Kanhu. Revolt of Sandals and establishment of their own government, July 1855. Defeat of the British under Major Buraku by Sandals, transfer of the disturbed area to the military and final suppression of the revolt by the end of 1856. Creation of separate district of Sandal Paragons to prevent Sandals from revolting again in future. Naikdas, Panjamahals, Gujarat, 1858, 1859, 1868. Roop Singh and Joria Bhagat, revolt of Naikdas under Roop Singh in 1858. Revolt of Naikdas and under Roop Singh in 1858 and conclusion of peace between the British and Roop Singh in 1859. Their revolt again in 1868 and establishment of a kingdom with Joria as the spiritual head and Roop Singh as temporary head. Suppression of the revolt after the capture and execution of Roop Singh and Joria. Kanjanagas Mundas, Kaikar Assam, Chota Nagpur, 1882, 1899, 1900. Sambudan Birsa Munda, Kanjanagas Mundas, Kaikar Assam, Chota Nagpur, 1882, 1899, 1900.
Sambudan Birsa Munda. Foundation of a new religious sect by Birsa with Singh Bonga as the only true god. The British fears over Birsa's preachings among Mundas and the errors and the imprisonment of Birsa and the errors and the imprisonment of Birsa. Release of Birsa and revival of his doctrine. Revolt of Mundas and their attack on churches and police stations. 1899. Defeat of Mundas by the British. Jan 1900 and capture of Birsa. He died of cholera in jail in June 1900. Foundation of a new religious sect by Birsa with Singh Bonga as the only true god. The British fears over Birsa's preachings among Mundas and the errors and the imprisonment of Birsa. Release of Birsa and the revival of his doctrine. The revolt of Mundas and their attack on churches and the police stations. 1899. Defeat of Mundas by the British. Jan 1900 and capture of Birsa. He died of cholera in jail in June 1900. Bills Banswara and Dungapur, Southern Rajasthan. Banswara and Dungapur, Southern Rajasthan. Govind Guru. It began as a purification movement but later developed into a political movement. Failure of their attempts to set up a village due to British armed intervention. It began as a purification movement but later developed into a political movement. Failure of their attempts to set up a village due to British armed intervention. Orions, Chota Nagpur, 1913. Jatra Bhagat, Tando Manipur, 1914, 1715. Jado Nang and Rani. Jadonang and Rani. Cookies. Gaydinliu, 1917, 1719. Gaydinliu, 1917, 1719. The tribal movement in 9th and 20th centuries ആണ് നമ്മൾ പറഞ്ഞത്. chapter 3.1 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമ്മൾ ഈ പറഞ്ഞതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് ടേബിൾ 3.2 കാസ്റ്റ് ആൻഡ് പെസന്റ് മൂവ്മെന്റ്സ്. ടേബിൾ 3.2 കാസ്റ്റ് ആൻഡ് പെസന്റ് മൂവ്മെന്റ്സ്. നെയിം ഇയർ ഏരിയ ലീഡർ. നായർ മൂവ്മെന്റ് 1891, 1919. ട്രാവൻകൂർ, CV രാമൻ പിള്ളൈ ആൻഡ് K രാമകൃഷ്ണ പിള്ളൈ. നായർ മൂവ്മെന്റ് 1891, 1919. ട്രാവൻകൂർ, CV രാമൻ പിള്ളൈ ആൻഡ് K രാമകൃഷ്ണ പിള്ളൈ. നടാർ മൂവ്മെന്റ് 1910. തമിഴ്നാട്. ജസ്റ്റിസ് മൂവ്മെന്റ് 1915, 1916. സൗത്ത് ഇന്ത്യ. CN മുതലിയാർ, TM നായർ ആൻഡ് PT ചേട്ടി. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് 1925. തമിഴ്നാട്. EV രാമസ്വാമി നായ്ക്കർ, പെരിയാർ. നെയിം ഇയർ ഏരിയ ലീഡർ. ഈഴവ മൂവ്മെന്റ് 1928. കേരള. നാനു ആസാൻ, നാരായണ ഗുരു. നാനു ആസാൻ,
നാരായണ ഗുരു. ഈഴവ മൂവ്മെന്റ് 1928 കേരള, നാനു ആശാൻ, നാരായണൻ ഗുരു. സത്യാശതക് മൂവ്മെന്റ് 1872 മഹാരാഷ്ട്ര, ജ്യോതിബ ഫൂലെ. സത്യശതക് മൂവ്മെന്റ് 1872 മഹാരാഷ്ട്ര, ജ്യോതിബ ഫൂലെ. മഹാർ മൂവ്മെന്റ് 1920 മഹാരാഷ്ട്ര, BR അംബേദ്കർ. കൈവാർദാസ് 1897, മിഡ്നാപൂർ ബംഗാൾ, NA. നാംചുദ്രാസ് 1901, ഫരിദാപൂർ ബംഗാൾ, NA. ഇൻഡിഗോ മൂവ്മെന്റ് 1859, 1860 ബംഗാൾ, ദീന ബന്ധു മിത്ര. പബ്ന മൂവ്മെന്റ് 1872, 1885 ഈസ്റ്റ് ബംഗാൾ, കേശബ് ചന്ദ്ര റോയ് ആൻഡ് സബുനാഥ് പാൽ. ഡെക്കാൻ റിയോഡ്സ് 1875 മഹാരാഷ്ട്ര. പഞ്ചാബ് പെസന്റ് 1890, 1900 പഞ്ചാബ്. പഞ്ചാബ് പെസന്റ് മൂവ്മെന്റ് 1890, 1900 പഞ്ചാബ്. ചമ്പാരൻ മൂവ്മെന്റ് 1917 ബീഹാർ. ഗാന്ധി രാജേന്ദ്ര പ്രസാദ്, AN സിൻഹ, JB കൃപാലിനി, മസ്ഹാർ അൽ ഹക്യു ആൻഡ് മഹാദേവ് ദേശായി. ചമ്പാരൻ മൂവ്മെന്റ് 1917 ബീഹാർ. ഗാന്ധി രാജേന്ദ്ര പ്രസാദ്, AN സിൻഹ, JB കൃപാലിനി, മസ്ഹാർ അൽ ഹക്യു ആൻഡ് മഹാദേവ് ദേശായി. ടേബിൾ 3.2 കാസ്റ്റ് ആൻഡ് പ്രസന്റ് മൂവ്മെന്റ്സ് നമ്മൾ പറഞ്ഞത് മനസ്സിലാന്ന് വിചാരിക്കുന്നു. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ട് ദയവായി ക്ഷമിക്കുക. ഇനി നമുക്ക് അടുത്തത് പറയാൻ ടേബിൾ 3.3 ആണ്. ടേബിൾ 3.3 നോൺ ട്രൈബൽ മൂവ്മെന്റ്. ടേബിൾ 3.3 നോൺ ട്രൈബൽ മൂവ്മെന്റ്. നെയിം ദ മൂവ്മെന്റ്, ഏരിയ അഫക്റ്റഡ്, ഇയർ, ലീഡേഴ്സ്, മെയിൻ കോഴ്സ് ഓഫ് ദ മൂവ്മെന്റ് ആൻഡ് കോൺസിക്വൻസ്. നെയിം ദ മൂവ്മെന്റ്, ഏരിയ അഫക്റ്റഡ്, ഇയർ, ലീഡേഴ്സ്, മെയിൻ കോഴ്സ് ഓഫ് ദ മൂവ്മെന്റ് ആൻഡ് കോൺസിക്വൻസ്. റിവോൾട്ട് ഓഫ് കട്ടബൊമ്പൻ, തിരുനെൽവേലി 1792, 1799. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, റൂളർ ഓഫ് പാഞ്ചാലകുറിച്ചി. Attempts of the British to force Kattabomban to accept their suzerainty and his refusal. British occupation of Orissa 1803. Resentment of the Paiks, a militia classes occupying rent-free lands under the Zemindars against British land and land revenue policies. Attempts of the British to force Kattabomban to accept their suzerainty and his refusal. British occupation of Orissa 1803. Resentment of the Paiks, a militia classes occupying rent-free lands under the Zemindars against British land and land revenue policies. A defense of the British by Kattabomban for 7 years. His final capture and execution by the British 1799. And annexation of his territory by
by the British 1799. A defiance of the British by Kattabomban for 7 years. His final capture and execution by the British 1799. Annexation of his territory by the British 1799. At the rebellion of the Paiks, Orissa 1804-1806, first under the Raj of Kundra and later under Jagabandhu. First under the Raj of Kundra and later under Jagabandhu. The British occupation of Orissa 1803, resentment of the Paiks, a militia classes occupying rent-free lands under the Zamindars against the British land revenue policies. The British occupation of Orissa 1803, resentment of the Paiks, a militia classes occupying rent-free lands under the Zamindars against the British land revenue policies. Unsuccessful attempt of the Raj of Kundra to organize a rebellion with the help of the Paiks, and confiscation of his territory by the British 1804. Continuous unrest among the Paiks between 1804 and 1806. Rise of the Paiks under Jagabandhu and their occupation of Puri after defeating the British force 1817. Final suppression of the movement by force and conciliatory measure by the British. Unsuccessful attempt of the Raj of Kundra to organize a rebellion with the help of the Paiks and confiscation of his territory by the British 1804. Continuous unrest among the Paiks between 1804 and 1806. Rise of the Paiks under Jagabandhu and their occupation of Puri after defeating the British force 1817. Final suppression of the movement by force and conciliatory measure by the British. Name of the movement, area affected, year, leaders, main causes, course of the movement and consequence. Name of the movement, area affected, year, leaders, main causes, course of the movement and consequence. A revolt of Veluthambi. Travancore 1808-1809. Veluthambi, Diwan of Travancore. A financial burden imposed on the state by the British through the subsidiary system. The high-handedness of the British resident there and the British demand for the removal of Diwan. Beginning of the war between the two sides. December 1808, fall of Trivandrum, capital of Travancore, to the British. February 1809, death of Veluthambi in forest due to serious injuries. Revolt of Veluthambi, Travancore 1808-1809. Veluthambi, Diwan of Travancore. Financial burden imposed on the state by the British through the subsidiary system. The high-handedness of the British resident there and the British demand for the removal of Diwan. Beginning of the war between the two sides. December 1808, fall of Trivandrum, capital of Travancore, to the British. February 1809, death of Veluthambi in forest due to serious injuries. Revolt of Rayo. Revolt of Rayo Barmal. Kutch and Kathiawar 1861-1819. Rayo Barmal, ruler of Kutch. Anti-British feeling due to the British expansionist policy and their interference in internal affairs of Kutch. Anti-British feeling due to the British expansionist policy and their interference in internal affairs of Kutch.
Final defeat and deposal of Rayo Barmal. Imposition of subsidiary treaty on Kutch. Final defeat and deposal of Rayo Barmal. Imposition of subsidiary treaty on Kutch. Revolt of Ramosis. Revolt of Ramosis, Pune, 1822-1829. Chittur Singh and Umeji. Chittur Singh and Umeji. The British annexation of Peshawar's territory, 1818, resulting in large-scale unemployment among Ramosis. Under the Peshawar, they served in lower ranks of police. Revolt of the Ramosis under Chittur Singh, 1822-24. Establishment of peace by the British by pardoning all the crimes of the Ramosis and granting them lands and recruiting them as hill police. Revolt of the Ramosis under Chittur Singh, 1822-24. Establishment of peace by the British by pardoning all the crimes of the Ramosis and granting them lands and recruiting them as hill police. Revolt of the Ramosis under Chittur Singh, 1822-24. Establishment of peace by the British by pardoning all the crimes of the Ramosis and granting them lands and recruiting them as hill police. Kittur Rising. Kittur near Dharwar in Karnataka. Kittur near Dharwar in Karnataka, 1824-1829. Chananama and Rayappa. Death of Shijivalinga Rudra Desai, Chief of Kittur, 1824. Death of Shijivalinga Rudra Desai, Chief of Kittur, 1824. Leaving no mail to recognize the adopted issue. Refusal of the British to expect the son as the Desai and assumption of administration of Kittur by the British. Revolt of Chananama, widow of late Desai in 1824, and the murder of the English officers including Thackeray, collector of Darbar. Conquest of Kittur and its annexation by the British. Revolt of the people of Kittur under Rayappa, who declared in to set up the adopted boy as the Desai, 1829. Capture and execution of Rayappa by the British and death of Chananama in Darbar prison. Revolt of Chananama, widow of late Desai in 1824, and the murder of the English officers including Thackeray. Revolt of Chananama, widow of late Desai in 1824, and murder of the English officers including Thackeray, collector of Darbar. Conquest of Kittur and its annexation by the British. Revolt of the people of Kittur under Rayappa, who declared in to set up the adopted boy as the Desai, 1829. Capture and execution of Rayappa by the British and death of Chananama in Darbar prison. Sambalpur outbreaks, Sambalpur, Orissa, 1827, 1840. Surendra Sai, frequent interference of the British in the internal affairs of Sambalpur, such as the issue of succession. Frequent interference of the British in the internal affairs of the Sambalpur, such as the issue of succession. Death of Maharaja Sai rule and outbreak of civil war,
succession of Mohan Kumari, widow of the late Raja, with the support of the British, and revolt of other claimants under Surendra Sai. Final imprisonment of Surendra Sai by British, 1840. Satara disturbances. Satara, Maharashtra, 1840-1841. Darayo Pavar and Narsingh Dattatreya Patkar. Darayo Pavar and Narsingh Dattatreya Patkar. Darayo Pavar and Narsingh Dattatreya Patkar. Deposal and banishment of Pratap Singh, the popular ruler of Satara, by the British. Revolt of the people of Satara under Darayo in 1840. The revolt under Narsingh and Caesar of Badami in 1841. Defeat and capture of Narsingh by the British. He was transported for life. Revolt of the people of Satara under Darayo in 1840. The revolt under Narsingh and Caesar of Badami in 1841. Defeat and capture of Narsingh by the British. He was transported for life. Name the movement, area affected, year, leaders, main causes, course of the movement and consequence. Name the movement, area affected, year, leaders, main causes, course of the movement and consequence. Bundela revolt, Sagar and Damo, Budelkand, Sagar and Damo, Budelkand, 1842. Madugar Shang and Jawahir Singh. Madugar Shang and Jawahir Singh. Resentment against the British Land Revenue Policy. Resentment against the British Land Revenue Policy. Revolt of the Bundelas under Shang and Singh. Murder of police officers and disruption of the British administration. Capture and execution of Madugar Shang and Singh by the British. Bundela revolt, Sagar and Damo, Budelkand, Sagar and Damo, Budelkand, 1842. Madugar Shang and Jawahir Singh. Madugar Shang and Jawahir Singh. Resentment against the British Land Revenue Policy. Revolt of the Bundelas under Shang and Singh. Revolt of the Bundelas under Shang and Singh. Murder of police officers and destruction of the British administration. Capture and execution of Madugar Shang and Singh by the British. Revolt of the Bundelas under Shang and Singh. Murder of the police officers and destruction of the British administration. Capture and execution of Madugar Shang and Singh by the British. Gadkari Rebellion, Kolhapur, Maharashtra, 1844-1845. Not available. Assumption of the direct administration of Kolhapur by British and reforms of D.K. Pandit. Resentment of the Gadkaris, a militia classes who had earlier held revenue freelance in return for their services to the ruler against the revenue reforms. Assumption of direct administration of Kolhapur by British and reforms of D.K. Pandit. Resentment of the Gadkaris, a militia classes who had earlier held revenue freelance in return for their services to the ruler against the revenue reforms. A revolt of the Gadkaris followed by a popular revolt
in the city of Kolhapur and all other parts of the state of Kolhapur. Final suppression of the movement by the British. Revolt of the Gadgaris followed by a popular revolt in the city of Kolhapur and all other parts of the state of Kolhapur. Final suppression of the movement by the British. Shadavandi revolt. Shadavandi revolt. Shadavandi Maharashtra. 1839-1845. Fond Savandi leading noble and Anna Sahib here apparent. Disposal of Can Savandi, ruler of Shadavandi, and appointment of a British officer to administer the state. Resentment of the people against the British system of administration. Raju Rebellion, Visakhapatnam, Andhra Pradesh, 1827-1833. Birabhadra Birabhadra was disposed of his estate by the British in return for a small amount of pension. Birabhadra was disposed of his estate by the British in return for a small amount of pension. Revolt of Birabhadra and his defiance of the British authority till he was captured. Palakonda outbreak, Andhra Pradesh, 1831-1832. Semindar of Palakonda, attachment of the property of Semindar for non-payment of revenue, as he failed to clear the arrears of revenues to the British. Revolt of the Semindar, suppression of the revolt and forfeiture of Palakonda estate to the British. Revolt of the Semindar, suppression of the revolt and forfeiture of Palakonda estate to the British. Parlakimedi outbreak, Orissa, 1829-1835. Jagannatha Gajapti Narayana Rayo, Jagannath Gajapti Narayan Rayo. Attachment of his Semindari for failure to clear the arrears by the British in 1827. Revolt of the Semindar, appointment of Mr. Russell as the commissioner. Final suppression of the movement after large-scale military campaign in 1837. Revolt of the Semindar, followed by a popular rising of the people. Final suppression of the movement. Parlakimedi outbreak, Orissa, 1829-1835. Jagannath Gajapti Narayan Rayo. Attachment of his Semindari for failure to clear the arrears by the British in 1827. Revolt of the Semindar, appointment of Mr. Russell as the commissioner. Final suppression of the movement after font slip ആയിപ്പോയി. Revolt of the Semindar, appointment of Mr. Russell as the commissioner. Final
suppression of the movement after large-scale military campaign in 1837, revolt of the Zemindar followed by a popular rising of the people, final suppression of the movement. Paralachimedia outbreak, Palarchimedi Orissa, Paralachimedia Orissa, 1829-1835. Jagannath Gajapti Narayan Rayo. Attachment of his Zemindari for failure to clear the areas by the British in 1827. Revolt of the Zemindar, appointment of Mr. Russell as the commissioner, final suppression of the movement after large-scale military campaign in 1837, revolt of the Zemindar followed by a popular rising of the people, final suppression of the movement. Palarchimedia outbreak, Palarchimedia Orissa, 1829-1835. Jagannath Gajapti Narayan Rayo. Attachment of his Zemindari for failure to clear the areas by the British in 1827. Revolt of the Zemindar, appointment of Mr. Russell as the commissioner, final suppression of the movement after large-scale military campaign in 1837, revolt of the Zemindar followed by a popular rising of the people, final suppression of the movement. Revolt of the Zemindar, appointment of Mr. Russell as the commissioner, final suppression of the movement after large-scale military campaign in 1837, revolt of the Zemindar followed by a popular rising of the people, final suppression of the movement. ടേബിൾ 3.3 നോൺ ട്രൈബൽ മൂവ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പം നമ്മൾ പറഞ്ഞതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചെറിയ പ്രത്യേക തരത്തിലുള്ള വേർഡ്സ് ഒക്കെ വരുന്നുണ്ട് ഈ ഭാഗത്തിലൊക്കെ, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. ദയവേതൊന്ന് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് പറയാണ്. British rule after the 1857 revolt, post-rebellion developments, India under common administration for the first time, Government of India Act 1858, silent features of the proclamation, awakening of masses due to economic exploitation by the British, growth of education, socio-religious reform movements, administrative, social and judicial systems after 1858, administrative reforms, city improvement acts, Mayor's resolution 1870, Rippon's resolution 1882. ഈ ടോപ്പിക്സുകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ടോപ്പിക്കും കൂടി ഉണ്ട്, ദ വഹാബി മൂവ്മെന്റ്. നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കണം. പ്രത്യേകിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാര്യമായ രീതിയിൽ തന്നെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇത്ര ടോപ്പിക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 2 മണിക്കൂർ സംതിങ്ങുള്ള വീഡിയോ നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ നിങ്ങൾ ദയവേത് ക്ഷമിക്കണം എന്ന് പറയാൻ എനിക്ക് ആവുള്ളൂ. എല്ലാ വീഡിയോയിലും നമ്മൾ പറയാറുണ്ട്, ചില നമ്മൾ നിസ്സാര വേർഡ്സ് പോലും തെറ്റി പറയാറുണ്ട്. അതുപോലെ തന്നെ ചില വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സ് ആണെങ്കിലും നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് തന്നെ പറയാൻ പറ്റാറില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നത്. ഒരു CCT എന്നുള്ള രീതിയിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തായാലും വരാൻ പാടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പം അതുകൊണ്ട് സ്പെല്ലിംഗ് ഒക്കെ ദയവേത് ശ്രദ്ധിക്കാം. പിന്നെ ഇപ്പം നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ മോഡേൺ ഹിസ്റ്ററി ആണ്, മറക്കരുത്. പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ സിലബസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ കാര്യമൊക്കെ നമ്മൾ തുടക്കത്തിലെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് ദയവേത് മനസ്സിലാക്കാം. യൂട്യൂബിൽ ഭയങ്കര ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പൊ കുറച്ച്
ദിവസങ്ങളായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അതനുസരിച്ച് നമുക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനും അതുപോലെ തന്നെ ഡീറ്റെയിൽസൊക്കെ ഇൻക്ലൂഡഡ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ദയവേതൊന്ന് മനസ്സിലാക്കാം. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യും എന്നുള്ളതാണ്. സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കോൺസെൻട്രേഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. പിന്നെ നമ്മൾ കുറേ സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടൊക്കെ എന്റർടൈൻമെന്റ് വീഡിയോ എന്നുള്ള രീതിയിൽ കുറേ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഒക്കെ നിങ്ങൾ ദയവേത് വാച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾ ഹെഡ്ഫോൺ വെച്ചൊക്കെ വാച്ച് ചെയ്യാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും ഈ വീഡിയോ എന്നൊക്കെ നിങ്ങൾക്ക് ലഭിക്കുക. ഈ വീഡിയോസ് ശരിക്കും എന്റർടൈൻമെന്റ് ആണ്. അതുപോലെ തന്നെ മനസ്സ് റിഫ്രഷ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാനും പറ്റും. അത്രയും നല്ല വീഡിയോസ് ആണ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ടെങ്കിലും ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോ ഒന്നും പറയുന്നില്ല. കാരണം ഡ്രോബാക്സ് ഉണ്ട്. പക്ഷെ ഈ വീഡിയോസ് ഒക്കെ എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ വളരെ നല്ല വീഡിയോസ് ആണ്. നമുക്കത് ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ. നിങ്ങളത് വാച്ച് ചെയ്ത് തന്നെ അത് മനസ്സിലാക്കണം, എന്നാലാണ് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും നല്ല വെറൈറ്റി ആയിട്ടുള്ള സോങ്സ് ഒക്കെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരു ടോപ്പിക് തന്നെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള എഫക്ട്സ് യൂസ് ചെയ്തിട്ടും നമ്മൾ എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്റർടൈൻമെന്റ് വീഡിയോ എന്നുള്ള രീതിയിൽ ഒരു ടോപ്പിക് തന്നെ ഡിഫറെന്റ് എഫക്ട്സ്, അതൊക്കെ നിങ്ങൾ ശരിക്കും വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും അതിൻ്റെ ഒരു മനോഹാരിത മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് വാക്കുകൾ കൊണ്ടേ പറയാനാവുള്ളൂ. ശരിക്കും നമ്മൾ ഇതുവരെ ചെയ്ത വീഡിയോസിൽ വെച്ച് ഏറ്റവും പെർഫെക്റ്റും അതുപോലെ തന്നെ ഏറ്റവും എനർജറ്റിക്കും അതുപോലെ തന്നെ ഏറ്റവും ഔട്ട്സ്റ്റാൻഡിങ്, അതുപോലെ തന്നെ നമുക്കൊരു ലേണിംഗ് എന്നുള്ള രീതിയിൽ ഇപ്പൊ നമ്മൾ CSIT എന്നുള്ള രീതിയിൽ പഠിക്കുന്ന ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോസ് തന്നെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഈ എന്റർടൈൻമെന്റ് വീഡിയോ എന്നുള്ള രീതിയിൽ. അപ്പൊ വീഡിയോസൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും കൂടുതൽ വീഡിയോസ് എന്തായാലും നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം എന്തായാലും. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രി എടുത്തേക്കണം എന്നുള്ള പ്രത്യേകതയും കൂടി ഉണ്ട്. അപ്പൊ CSIT വേണ്ടി ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഹെൽപ്ഫുൾ ആയിരിക്കുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. പിന്നെ യൂട്യൂബിൽ നമ്മൾ മുന്നേ കുറെ നാളുകൾക്ക് മുന്നേ ചെയ്ത വീഡിയോസ് ഉണ്ട്, യൂട്യൂബ് ഷോർട്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ വീഡിയോസും നിങ്ങൾ ദയവേത് വാച്ച് ചെയ്യണം. ഞാൻ പറയാൻ മറന്നുപോയതാണ്. അത് പറയാൻ മാത്രമൊന്നുമില്ല, കാരണം ഇപ്പൊ നമ്മൾ അടുത്തായിട്ടൊന്നും നമ്മൾ യൂട്യൂബ് ഷോർട്സ് ചെയ്യാറില്ല. എന്നാൽ അതിലും കുറെ സോങ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പൊ അത് ചെറിയ എന്താ പറയാ, ഒരുപാട് കാര്യമായിട്ട് നമുക്ക് അറിയാലോ യൂട്യൂബ് ഷോർട്സ് എന്തോരം ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ അതും ഈ ടോപ്പിക്സുകളൊക്കെ തന്നെ ഉൾപ്പെടുത്തി തന്നെ ചെയ്തേക്കുന്നതാണ്. അപ്പൊ ആ വീഡിയോസും എന്തായാലും CSITക്ക് വേണ്ടി നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഹെൽപ്ഫുൾ ആയിരിക്കും. എല്ലാ വീഡിയോസും നിങ്ങൾ ദയവേത് വാച്ച് ചെയ്യാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത്രയേ ഉള്ളൂ നമുക്ക് പറയാം നിങ്ങളോട്. പിന്നെ CSIT എന്നുള്ള രീതിയിൽ നമ്മൾ ടെൻഷനൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. IAS ഒക്കെ ശരിക്കും നമുക്ക് നല്ലൊരു മനസ്സ് ഉള്ള അവസ്ഥയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വളരെ സിമ്പിളായിട്ട് തന്നെ നേടിയെടുക്കാൻ പറ്റും. നമ്മുടെ മനസ്സിന്റെ ഒരു ഫ്രഷ്നെസ് ആയിട്ടുള്ള അവസ്ഥ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അറിയിക്കുന്നത് CSITയിൽ. നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു മനസ്സോടുകൂടി മുന്നോട്ട് പോവുക, ഫ്രഷ് ആയിട്ടുള്ള മനസ്സോടുകൂടി പഠിക്കുക, അതൊക്കെ നമുക്ക് പറയാനുള്ളത് പ്രധാനമായിട്ടും. നല്ലൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും IAS ഒക്കെ നമ്മുടെ കയ്യിൽ തന്നെ വന്ന് ചേരും. അപ്പൊ നിങ്ങളുടെ പേരിന്റെ കൂടെ IAS ഒക്കെ പറയാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. കാരണം IAS കിട്ടുക എന്നുള്ളത് തന്നെ എന്താ പറയാ, ജീവിതത്തിലെ ഏറ്റവും മഹത്വകരമായിട്ടുള്ളൊരു ദിവസവും അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിരിക്കും. നമ്മള് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സുവർണാവസരം എന്നൊക്കെ തന്നെ നമുക്ക് പറയാം. എന്തായാലും നല്ലൊരു ഹാർഡ് വർക്ക് നമ്മൾ CSITക്ക് വേണ്ടി കാഴ്ചവെക്കാം. അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും വാക്കുകൾ നല്ലൊരു CSIT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CSIT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.